ഇഷ്ടപ്പെട്ടാ? പ്രിയമുള്ളവരെ നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് കൊല്ലം ജില്ലയിലെ ആലപ്പുഴ കൊല്ലം ജില്ലയെ ഒന്നിപ്പിക്കുന്ന പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള വലിയഴീക്കൽ ബീച്ചിലാണ് കേട്ടോ. വലിയഴീക്കലും ചെറിയഴീക്കലും എന്ന് പറയുന്ന രണ്ട് മനോഹരമായ ഗ്രാമത്തിലാണ്. പക്ഷേ ഇതിൻ്റെ കൊല്ലം ജില്ലയും ആലപ്പുഴ ജില്ലയും ഒന്നിപ്പിക്കുന്നത് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബോവാർച്ച് പാലമാണ്. വളരെ രസകരമായിട്ടുള്ള കർവുകളുള്ള ഒരു പാലം. ഈ കാണുന്നതുണ്ടല്ലോ, ഈ കാണുന്നത് വലിയഴീക്കലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹാർബറിൻ്റെ വർക്കാണ്. അപ്പം ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ ഏഷ്യയിലെ ഏറ്റവും വലിയ മനോഹരമായ പാലം. ഈ പാലം ഇവിടെ നിന്ന് കാണാൻ വളരെ മനോഹരമാണ്. കാരണം ഇത് പടിഞ്ഞാറേക്കാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പടിഞ്ഞാറോട്ടാണ് നമ്മളിപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പോകുന്ന വള്ളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കടലും കായലുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇതിന് എന്താ പറയുന്നറിയോ, പൊഴിമുറിഞ്ഞ് കിടക്കുന്ന സ്ഥലമെന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു സ്ഥലത്തെ നമ്മൾ ഒരുപാട് ഭംഗിയായിട്ടാണ് കാണുന്നത്. ഇവിടെ നിന്ന് ആ ഒരു വിഷ്വൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, ആ ബോവാർച്ചിൻ്റെ ആ കർവ്, ആ ഷേപ്പിൽ ഇങ്ങനെ കിടക്കുന്നത്. ഈ പാലത്തിൻ്റെ ഒരു വല്ലാത്ത ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാൻ. ഞങ്ങളിതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. സാധാരണ നമ്മൾ ബീച്ചിൽ സൈഡിൽ മാത്രമാണ് പോകാറുള്ളത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഈ വലിയഴീക്കൽ ഹാർബറിൻ്റെ പണി നടക്കുന്നിടത്ത് വന്നപ്പം ഞങ്ങളവിടെ കുറേ ചേട്ടന്മാരെ കണ്ട്. അവർ നമ്മുടെ ചെറു വള്ളങ്ങളിലേക്ക് പെട്രോളൊക്കെ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ എൻജിനിലേക്ക്. അവർ കടലിലെ പണിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവരോട് ചോദിച്ച് ഇവിടെ മീനൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. രാത്രി 8 മണിക്കാണ് ഇവിടെ ഈ പുതിയ ഹാർബറിൽ മീൻ വരുന്നത്. അവിടെ വലിയ കച്ചവടക്കാരും ചെറിയ ആൾക്കാരും ഒക്കെ വന്ന് വാങ്ങിപ്പോവാറുണ്ടെന്ന് പറഞ്ഞ് 8 മണി വരെ നമുക്ക് കാത്തു നിൽക്കാനുള്ള സാഹചര്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആ പാലത്തിൽ കൂടെ തന്നെ ഞങ്ങൾ വീണ്ടും സഞ്ചരിച്ച് ബീച്ചിലേക്കൊക്കെ പോയി ഒന്ന് കറങ്ങി. അപ്പം നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ബോവാർച്ച് പാലത്തിൻ്റെ മുകളിൽ ചെന്ന് നിന്നിട്ട് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ചെറു വള്ളത്തിൽ ഒരാൾ ഇങ്ങനെ കക്ക വാരുന്ന ഒരു സംഭവം ഞാൻ കണ്ട്. ആദ്യമേ ഞാൻ നോക്കുമ്പം ഈ ചെറു വഞ്ചി ഈ കായലിൻ്റെ തൊട്ട് മുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത് പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അന്ന് ആ സമയത്ത് ഞാൻ താഴേക്ക് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് ഡബ്ബിങ്ങിന് വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഒരാൾ താഴേക്ക് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. ഏതായാലും ഇതിലേക്ക് ആൾ താഴ്ന്നു പോയി കുറേ സമയം കഴിഞ്ഞിട്ട് പൊങ്ങി വന്ന് എന്തോ ഒന്ന് വാരി ഈ ചെറുവഞ്ചിയിലേക്ക് ഇടുന്നുണ്ട്. പിന്നീട് 2-3 പ്രാവശ്യം അങ്ങനത്തെ ആ ഒരു സംഭവം കണ്ടപ്പോഴെനിക്ക് എനിക്ക് മനസ്സിലായത് കക്ക വാരി ഇടുന്ന ഒരു പരിപാടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഉപജീവന മാർഗമായിരിക്കും. പക്ഷേ 2018 ഒരു വെള്ളപ്പൊക്കം ഉണ്ടല്ലോ, ഒരു മനുഷ്യനെ ആകെ നടുക്കിയ പിടിച്ചു കുലുക്കിയ ഒരു വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്ക സമയത്ത് നമ്മുടെ ഈ നാട്ടിലെ കൊല്ലം ജില്ല പോലെയുള്ള ഈ തുറമുഖ പരിസരത്തുള്ള സഹോദരങ്ങളാണ് മറ്റ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, കിഴക്കൻ ജില്ലകളിലേക്കും വടക്കൻ ജില്ലകളിലേക്കും ഒക്കെ പോയി ആളുകളെ രക്ഷപ്പെടുത്തിയതും ചെറുവഞ്ചികളുമായിട്ട് ലോറിയിൽ കയറ്റിപ്പോയ ഒരു കാഴ്ച അത് ഞാൻ ഓർത്തു പോവുകയാണ്. ഈ കുഞ്ഞു വള്ളങ്ങൾ അത്രയും ഉപകാരം ചെയ്ത വള്ളങ്ങളാണ്. ഇവരിപ്പം ജീവിതമാർഗത്തിന് ഈ രീതിയിലൊക്കെ ഉപയോഗിക്കുന്ന വള്ളങ്ങളാണ് അന്ന് റോഡിലൂടെയൊക്കെ ഇട്ട് അവർ തെല്ലി നശിപ്പിക്കുകയും ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തിയത്. അന്ന് അവർക്ക് ഒരുപാട് നഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ആ സമയത്തൊന്ന് പ്രശംസിച്ച് എന്നല്ലാതെ പിന്നീട് അവർക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും സംസാരിക്കുകയോ ചെയ്യുകയോ ചെയ്തില്ല. ഇവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ഒരു പ്രാർത്ഥനയും ഒരു കരുതലും ഒക്കെ ആവശ്യമാണ്. ഇവരുടെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ മീൻപിടുത്തവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്ന സമയത്ത് അതൊക്കെ ഒന്ന് വാങ്ങി സഹായിക്കുന്നതും ഒക്കെ നല്ലതാണ്. എല്ലാം ആൾക്കാരും വലിയ രീതിയിലൊന്നും അല്ല ഇവിടെ ജീവിക്കുന്നത്. എല്ലാവരും സാധുക്കളായിട്ടുള്ള ആൾക്കാരാണെന്ന് നമുക്കിവിടെ വന്ന് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇവർക്കൊരു സീസണാണ് ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും ഈ വള്ളത്തിൻ്റെ ഒരു ഭംഗി നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതുപോലെ നല്ല ഭംഗിയുള്ള ആൾക്കാരാണ് അവർ. നല്ല മനസ്സിന് വിശാലമുള്ള, ഇടുങ്ങിയ ചിന്താഗതിയില്ലാത്ത ആളുകളാണ്. വളരെ കരുതലുള്ള, ഒരുപാട് സ്നേഹമുള്ള, കടലിനെ സ്നേഹിക്കുന്ന, അതുപോലെ കരയിൽ ജീവിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. അവർക്ക് ഒരുപാട് നന്മകളുണ്ടാവട്ടെ, ഒരുപാട് നല്ല ജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് പെരുക്കെ ബീച്ചിലേക്കൊന്ന് പോയി. അവിടെയാണെങ്കിലോ ഒരുപാട് കാഴ്ചകളും ഒരുപാട് കച്ചവട സാധ്യതകളും ഒരുപാട് ബിസിനസ്സുകളും നിലവിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിപ്പം നമ്മൾ മരുഭൂമിയിലൊക്കെ കാണുന്ന ഒട്ടകമാണ്. ശരിക്കും ഒരു കഷ്ടതയുള്ള പരിപാടിയാണ് ഇതിൻ്റെ മുകളിലേക്ക് കുട്ടികളെ കയറ്റുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ എങ്കിലും അവരുടെ ഒരു വിനോദമല്ലേ, ഇതിൽ അവരുടെ ഒരു ജീവിതമാർഗമല്ലേ. അങ്ങനെ ആ ഒരു വിനോദത്തിൽ നമ്മുടെ മക്കളെ ഒന്ന് ഏർപ്പെടുത്തി രണ്ടുപേരും ചേർന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയതിന് ഒരാളിന് 100 രൂപ വീതം 200 രൂപ നമ്മൾ കൊടുത്തു. അന്നേരത്തെ നേരത്തെ ഒരു സന്തോഷം
അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണമല്ലോ. 2 പെൺകുട്ടികളുണ്ടായിരുന്നു, അവർ മാറി നിന്നു. അവർക്ക് ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല, അവർക്ക് പേടിയാണ്, അവരുടെ പ്രായം ചെറുതാണ്, അതുകൊണ്ടാണ്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വളരെ സന്തോഷമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ സാധിക്കുന്നുള്ളൂ. കാരണം ഒരു പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൽ ചെറുതായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഡബ് ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക.